ഹലോ എസ് എ പ്രോപ്പർട്ടി ചാനൽ സുഹൃത്തുക്കളെ, നമസ്കാരം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എന്ത് ആവശ്യങ്ങൾക്കും നമ്മുടെ എസ് എ പ്രോപ്പർട്ടി സന്ദർശിക്കേണ്ടതാണ്. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സന്ദർശിക്കൂ. എത്ര വിലക്കുറവിൽ സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വീടോ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന മുതൽ വേണമെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിൽ കൂടെ നമ്മൾ സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ആലത്തൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ ആളിരിക്കുന്ന സ്ഥലം. ഇതിൽ കൂടെ നിങ്ങൾക്ക് പരമാവധി വേഗത്തിൽ നമ്മൾ സ്പീഡ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും സുഹൃത്തുക്കളെ. ഇത് ആലത്തൂർ എരമയൂർ റൂട്ടാണ്. കിണ്ടിമുക്ക് പാലത്തിൻ്റെ അടിയിൽ നിന്ന് സർവീസ് റോഡിൽ കൂടെ എരമയൂർ പോകുന്ന റൂട്ടാണ് പാലക്കാട്. എന്ന് വെച്ചാൽ തൃശ്ശൂർ പാലക്കാട് സർവീസ് റൂട്ടിലാണ് ഈ കിടക്കുന്ന 26 സെൻറ്റ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്നതെന്ന് വെച്ചാൽ സർവീസ് റോഡ് 10-45 മീറ്ററോളം സർവീസ് റോഡായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾ കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ തൊട്ട് കിടക്കുന്ന വർക്ക്ഷോപ്പാണ്, ഒരു 4 വീലർ വർക്ക്ഷോപ്പാണ് കിടക്കുന്നത്. ആ കാണുന്ന റോഡ് എരമൂരിൽ നിന്ന് ആലത്തൂരിലേക്ക് വരുന്ന വഴിയാണ്. ഈ 4 വീലർ വർക്ക്ഷോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഇതിൽ 26 സെൻറ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. 26 അതിൽ കൂടുതലുണ്ട്. പഴയ അളവിലാണ് 26 എന്ന് വിചാരിക്കുന്നു. 26, 27, 28 എത്ര ആയിക്കോട്ടെ. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ ഗോഡൗണോ അല്ലെങ്കിൽ വേറെ എന്ത് പർപ്പസിനും യൂസ്ഡ് ആയിട്ടുള്ള ഭൂമിയാണ്. ഇതിനോട് അപ്പുറത്ത് നിറയെ വീടുകളും മറ്റേ കടകളും വലതുവശത്തുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു വീട് ഉണ്ട്. അവർക്ക് റോഡ് തനിയെ ഇട്ടിട്ടുണ്ട് അവരിനോട് ചേർന്നിട്ട്. ഇത് നമ്മൾക്ക് 26 സെൻറ്റ് വലിയ തൂർവില്ലാത്ത സ്ഥലമാണ്. റോഡ് സൈഡിൽ ഹൈവേയിൽ എന്ന് വെച്ചാൽ ഹൈവേ ഫ്രണ്ടേജ് സർവീസ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക. ഇത് എരമയൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയാണ്. ബീവറേജ് വഴി പോകുന്ന വഴിയിലാണ് ഈ കിടക്കുന്നത്. ഈ കൃഷി ചെയ്ത സ്ഥലത്തിൻ്റെ ഇപ്പുറത്താണ് കിടക്കുന്നത്. ഈ ഒരു പോർഷൻ ഇല്ല. തെങ്ങ് കാണുന്നതിനാണ് നമ്മൾക്ക് ഏകദേശം ഒരു 15 മീറ്ററോളം നമ്മൾക്ക് ഫ്രണ്ടേജ് കിട്ടും. ഫ്രണ്ടിൽ ഈ തെങ്ങ് കാണുന്നതിൻ്റെ പോർഷൻ്റെ അവിടെ നിന്ന് വലത്ത് സൈഡ് കാണുന്നതാണ് നമ്മുടെ പോർഷൻ. ഈ ഒരു തുണ്ട് നമ്മൾക്ക് കിട്ടില്ല. അപ്പോൾ എൽ ഷേപ്പിലാണ് നമ്മുടെ ഭൂമി കിടക്കുന്നത്. ഞാനത് ബാക്കിൽ പോയി വ്യക്തമായി എടുത്ത് കാണിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നിങ്ങൾ വ്യക്തമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കൂ. ഇത് അല്ലെങ്കിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഗുണം ചെയ്യും. ഇനിയും ഒരു ലൈൻ സർവീസ് റോഡ് നീട്ടി വരുന്നുണ്ട്. അത് വിട്ടിട്ടായിരിക്കും നമ്മൾ കളന്ന് തരുന്നത്. അങ്ങനെയാണ് 26 സെൻറ്റിൽ 25 സെൻറ്റിൽ കൂടുതലുണ്ടായി എന്ന് പറയുന്നത്. ഇതാണ് ആ വീട്ടിലേക്ക് പോകുന്ന വഴിവരമ്പ്. അവർക്ക് ഇത്രയും വഴിയേ ഉള്ളൂ. നമ്മൾക്കും ഈ വഴി കൂടെ നമ്മൾക്ക് കിട്ടും. ഈ ഒരു പീസാണ് ഇല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തുനിന്ന് ഈ കമ്പിവേലി കാണുന്ന ഈ പീസും നമ്മൾക്ക് അങ്ങനെ എൽ ഷേപ്പിൽ അങ്ങനെ ഹൈവേക്ക് ഫ്രണ്ടേജായി കിട്ടുന്ന ഭൂമിയാണത്. ഈ ഒരു തുണ്ട് മാത്രം നമ്മൾക്ക് കിട്ടില്ല. അതിലൊരു 3 സെൻറ്റ് അല്ലെങ്കിൽ 5 സെൻറ്റിൽ താഴെയുള്ള ഒരു പീസ് മാത്രമില്ല. ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം നമ്മൾക്ക് അവിടെ ഒരു ഏകദേശം 15 മീറ്ററോളം നമ്മൾക്ക് വണ്ടി വഴിയുണ്ട്. വണ്ടി വഴി മീൻസ് ഹൈവേ സർവീസ് റോഡിൽ തന്നെ കയറാനുള്ള ഓപ്ഷനും കൂടി ആ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട്. മൊത്തം 26 സെൻറ്റിൽ 30 സെൻറ്റിൽ താഴെ കിടക്കുന്ന ഈ ഭൂമി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുത്തിട്ടോളൂ. എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത വേനലിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങേവശം ഇങ്ങേവശം എല്ലാം ഫില്ലിംഗ് ഉണ്ട്. ഒരു കുഴപ്പമില്ല. എടുത്തിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പ് ലൈനിൽ കൊടുക്കാനോ അല്ലെങ്കിൽ എന്ത് മെക്കാനിക്കൽ ലോറി വർക്ക്ഷോപ്പ് വലുത് ശരിക്കും പറയുകയാണെങ്കിൽ ഇല്ല. അങ്ങനെ ഏതെങ്കിലും പ്ലാൻ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തിടേണ്ട ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്തിട്ടോളൂ. പിന്നീട് നമ്മൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് പർപ്പസിനാണ്, ഗോഡൗണോ അല്ലെങ്കിൽ സ്റ്റോർ റൂമോ അല്ലെങ്കിൽ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലൈനോ ബേക്കറി ലൈനോ എന്ത് വേണമെങ്കിലും പറ്റും. കിണ്ടിമുക്ക് പാലത്തിൻ്റെ അടിക്ക് ഇവിടെ നിന്ന് വെറും 30-40 മീറ്റർ ദൂരമേ ഈ സൈറ്റിൽ നിന്നുള്ളൂ. ഈ മേലെ പോകുന്നതാണ് നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. ഇത് ഇനിയിപ്പോൾ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടേജ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പല ഭാഗങ്ങളിലും വർക്ക് നടന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക്